സൗന്ദര്യം എന്ന് വെച്ചാൽ ഭർത്താവിന് ആസ്വദിക്കാനുള്ളതാണ്, മറ്റുള്ളവർക്ക് ആസ്വദിക്കാനുള്ളതല്ലെന്ന് പറഞ്ഞു കൊടുക്കണം അങ്കിൾ. നമ്മൾ കർത്താവിന്റെ മക്കളല്ലേ, പുറമേയുള്ള അലങ്കാരത്തിന് പ്രാധാന്യം നമ്മൾ കൊടുക്കരുത്. അപ്പൊ ഞാൻ ഒരുങ്ങി നടക്കാൻ പാടില്ലേ? എവിടെ പോയാലും വൃത്തികേടായിട്ട് പോണോ? ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആരായിരുന്നാലും ശരി, ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. ഇന്ന് ഞാൻ പരിശുദ്ധമായി ജീവിക്കുന്നുണ്ടോ? പരിശുദ്ധമായ അലങ്കാരത്തോടെയാണോ ഞാൻ ദേവാലയത്തിലേക്ക് പോകുന്നത്? പരിശുദ്ധ അലങ്കാരത്തോടെയാണോ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്? പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഇന്ന് നമ്മൾ പുറമോടിക്കായുള്ള അലങ്കാരം വേണ്ട എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. പൊതുവെ തന്നെ സ്ത്രീകളായ നമ്മൾ അണിഞ്ഞൊരുങ്ങുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. അത് സ്വാഭാവികം തന്നെയാണ്. എന്നാൽ വരുമാനത്തിനുമപ്പുറം അണിഞ്ഞൊരുങ്ങുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇന്ന് അനേകം കുടുംബങ്ങൾ പ്രശ്നത്തിൽ അകപ്പെടുന്നുണ്ട്. അതിനു പകരമായി നമ്മുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന നല്ല സ്വഭാവങ്ങൾ കൊണ്ട് നമ്മെ അലങ്കരിക്കാം. ഇതാണ് വേദപുസ്തകവും നമ്മെ ഉപദേശിക്കുന്നത്. വേദപുസ്തകത്തിന് കീഴടങ്ങിയാൽ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇപ്പോൾ നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. ചേച്ചി, എന്താ മാലതി, ഓഫീസിൽ പോവാണോ അത് ഏതെങ്കിലും കല്യാണത്തിന് പോകണോ? വളിപ്പം തമാശയൊന്നും പറയണ്ട. ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചേ. സാധാരണ നീ ഇങ്ങനെയല്ലല്ലോ പോകുന്നേ. ഏട്ടാ, ആ ഓഫീസ് വേറെ, ഈ ഓഫീസ് വേറെ. ഓഫീസിനല്ലേ മാറ്റമുള്ളൂ. നീ ആ പഴയ ആള് തന്നെയല്ലേ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങനെ അസൂയപ്പെടുന്നേ? പുറത്തു പോകുമ്പോ വൃത്തികേടായിട്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്ക്, എന്റെ ജോലി ഞാൻ നോക്കിക്കോളാം. ഏട്ടാ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ഇന്ന് ഓഫീസുണ്ടോ? അതെ ഏട്ടാ. എന്തേ, നിങ്ങൾ ഓഫീസിൽ പോകുന്നില്ലേ? ഇന്ന് സാറ്റർഡേ അല്ലേ മാലതി? അതെ ഏട്ടാ, എന്ത് ചെയ്യാനാ, എനിക്ക് ഓഫീസിൽ പോയല്ലേ പറ്റൂ. മാനേജർ ഇന്ന് തീർച്ചയായിട്ടും വരണമെന്നാ പറഞ്ഞ്. ഇന്നെങ്കിലും കുറച്ച് സിമ്പിളായിട്ട് പോയിക്കൂടെ? ഇതെന്താ സിമ്പിൾ അല്ലേ? ഞാൻ പോവാ.
എന്താ മാലതി, സ്നാക്സ് ആണോ? തീറ്റയുടെ ഓർമ്മ മാത്രമേ ഉള്ളോ? ഇതെന്റെ മേക്കപ്പ് തിങ്സാ. മേക്കപ്പ് തിങ്സോ? അതിപ്പോ തന്നെ നിന്റെ കയ്യിൽ ഒരുപാടുണ്ടല്ലോ. അത് വേറെ ഇത് വേറെ ഏട്ടാ. ഇതൊക്കെ പെണ്ണുങ്ങളുടെ കാര്യമാ, ആണുങ്ങൾക്ക് മനസ്സിലാവില്ല. എന്ത് മനസ്സിലായാലും ഇല്ലെങ്കിലും നീ പോകുന്ന റൂട്ട് ശരിയല്ലെന്ന് മാത്രം മനസ്സിലായി. അതെ, എന്നെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം പാസ് ആവില്ലല്ലോ. ടൈം പാസോ? ചേച്ചി, മാലതിയുടെ പോക്ക് ശരിയല്ലേ ചേച്ചി? എന്താ പ്രശ്നം? ഞാൻ പറയുന്നതും കേൾക്കാറില്ല. ചേച്ചിയെങ്കിലും അവളോടൊന്ന് സംസാരിക്കുക ചേച്ചി. സംസാരിക്കാം, പക്ഷേ അവള് ഞാൻ പറഞ്ഞാലും അനുസരിക്കുന്നില്ലല്ലോ. ഞാൻ മാലതിയുടെ അച്ഛനോട് സംസാരിക്കാം. അദ്ദേഹം പറഞ്ഞാലെങ്കിലും അവൾ അനുസരിക്കുമോ എന്ന് നോക്കാം. ശരി ചേച്ചി. സർ, നമസ്കാരം മാഡം. നമസ്കാരം. മൊബൈൽ സർവീസിന് കൊടുത്തിരുന്നു. ഇന്നലെയല്ലേ മാഡം സർവീസിന് കൊടുത്തത്? അതെ സർ. ഒരാഴ്ചക്കുള്ളിൽ സർവീസ് ചെയ്ത് തരാം മാഡം. ഓ, ഓക്കെ സർ, താങ്ക് യു. ശരി മാഡം. അങ്കിൾ സുഖായിരിക്കുന്നു അങ്കിൾ? ആ, സുഖമാണ് മോളെ. മാലതിയോട് അങ്കിള് സംസാരിച്ചിരുന്നോ? ഞാൻ എന്താ മോളെ സംസാരിക്കേണ്ടത്? ഇപ്പോ നമുക്ക് വേറെ വഴിയില്ല അങ്കിൾ. അങ്കിള് സംസാരിച്ചാലേ ശരിയാവൂ. ഞാൻ എന്ത് പറയാനാ? വചനം പറഞ്ഞു കൊടുക്കണം. തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇവയൊന്നും അലങ്കാരമല്ല അങ്കിൾ. സൗമ്യതയും സാവധാനതയുള്ള മനസ്സും വിശുദ്ധിയുമാണ് നമ്മുടെ അലങ്കാരമായിരിക്കേണ്ടത്. അത് പറഞ്ഞു കൊടുത്താൽ മതി. സൗന്ദര്യം എന്നുള്ളത് ഭർത്താവിന് ആസ്വദിക്കാനുള്ളതാണ്, മറ്റുള്ളവർക്ക് ആസ്വദിക്കാനുള്ളതല്ലെന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അങ്കിള് പറയേണ്ടത് പറയണം. അനുസരിക്കുന്നതും അനുസരിക്കാതിരിക്കുന്നതും മാലതിയുടെ ഇഷ്ടം. ശരി മോളെ. പ്രാർത്ഥിച്ചിട്ട് സംസാരിക്കണം അങ്കിൾ. ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി ശരി. പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ട് മോളെ? നന്നായിട്ടുണ്ട് അച്ഛാ. ഞാൻ നിനക്ക് കുട്ടിക്കാലം മുതലേ ഒരു വചനം പറഞ്ഞു തന്നാ വളർത്തിയത്. നീയും അങ്ങനെ തന്നെയാ വളർന്നത്. പക്ഷേ ഇപ്പോ എന്താ? നമ്മള് കർത്താവിന്റെ മക്കളല്ലേ. പുറമേയുള്ള അലങ്കാരത്തിന് പ്രാധാന്യം നമ്മൾ കൊടുക്കരുത്. നമ്മുടെ വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും നമ്മൾ ആരാലും ആകർഷിക്കപ്പെടരുതെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? പക്ഷേ നീ ഇപ്പോ ഇതൊക്കെ അപ്പോഴേക്കും അച്ഛനെ അറിയിച്ചോ? വേറെന്ത് ചെയ്യാനാ? നിന്റെ ഭർത്താവ് പറയുന്നതൊന്നും നീ ചെവിക്കൊള്ളുന്നില്ലല്ലോ. അച്ഛാ, ഞാനിപ്പോ കൊച്ചുകുട്ടിയൊന്നും അല്ല. അത് തന്നെയാ മോളെ എന്റെയും പേടി. നീ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. എന്തെങ്കിലും തെറ്റ് ചെയ്താ കൊച്ചുകുട്ടിയാ, സാരമില്ലെന്ന് പറയാൻ. ഞാൻ വിളിച്ചിട്ടല്ലേ മോളിപ്പോ ഇങ്ങോട്ട് വന്നത്. അതിന് ഇത്രയും മേക്കപ്പിന്റെ ആവശ്യമുണ്ടോ? ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു എന്ന് വേദപുസ്തകത്തിലുണ്ട് മോളെ. നീ ഈ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. ഞാനും നിന്റെ പെരുമാറ്റ രീതികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് മോളെ. നീ പിന്തുടരുന്നത് മായയാണ്, കർത്താവിന്റെ വാക്കുകളെയല്ല. അപ്പൊ ഞാൻ ഒരുങ്ങി നടക്കാൻ പാടില്ലെന്നാ? എവിടെ പോയാലും വൃത്തികേടായിട്ട് പോണോ? ഞാൻ അതല്ല മോളെ പറഞ്ഞു വന്നത്. നമ്മൾ കർത്താവിന്റെ മക്കളാണ്. എവിടെ പോയാലും ഭംഗിയോടുകൂടി പോകണം. അതിൽ തെറ്റില്ല. പക്ഷേ അത് അതിര് കടന്നു പോകരുതല്ലോ മോളെ. അളവിൽ കൂടിയാൽ അമൃതവും വിഷമാണ് മോളെ. ഒരു പരിധിക്ക് മുകളിൽ ഈ മേക്കപ്പും തെറ്റ് തന്നെയാ. അപ്പോ ഞാൻ എന്റെ ഇഷ്ടത്തിന് നടക്കാൻ പാടില്ലല്ലേ? അതല്ലേ നിങ്ങൾ എല്ലാരും പറഞ്ഞു വരുന്നത്? അല്ല മോളെ, നീ എല്ലാം തെറ്റായിട്ടാണ് കാണുന്നത്. ഞാനല്ല, നിങ്ങൾ എല്ലാരും എന്നെ തെറ്റായിട്ട് കാണുന്നത്. അച്ഛൻ ഇനി എന്നോട് മിണ്ടണ്ട. മോളെ, മാലതി, മാലതി, മാലതി. പ്രിയമുള്ളവരെ, ജ്യോതി ചേച്ചി എന്ന നാടകം കണ്ടില്ലേ? പുറമേയുള്ള അണിഞ്ഞൊരുങ്ങലിൽ നിന്ന് പുറത്തു വരാൻ തീരുമാനിച്ചോ?
അടുത്തതായി ദൈവവചനം പറഞ്ഞ് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതിനായി സഹോദരി അനിത ബാനു അവർകൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവസന്ദേശം കേൾക്കുക. ദൈവം തീർച്ചയായും നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നല്ല വീട് എന്ന ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ആഴ്ചയും സംപ്രേഷണം ചെയ്യുന്ന ഈ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ തലക്കെട്ട് പുറമേ ഉള്ള അലങ്കാരം നിങ്ങൾക്ക് വേണ്ട. ഈ തലക്കെട്ടിലുള്ള നാടകമാണ് നമ്മൾ കണ്ടത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടും കാണും. ഇന്നേ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് അല്പം ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോ അലങ്കാരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് പറയാനേയില്ല. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അണിഞ്ഞൊരുങ്ങുന്ന കാര്യത്തിൽ ഭയങ്കര താല്പര്യമാണ്. അതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ ബ്യൂട്ടി പാർലറുകൾക്ക് പഞ്ഞമേയില്ല. അത്രത്തോളം ബ്യൂട്ടി പാർലറുണ്ട്. സ്വയം അണിഞ്ഞൊരുങ്ങാനും മേക്കപ്പ് ഇട്ട് നടക്കാനും ഓരോരുത്തർ എത്രയോ പൈസ ചിലവാക്കുന്നുണ്ട്, അതുപോലെ സമയവും കളയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ് അലങ്കാരം? ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇവിടെ വചനത്തിന്റെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് പുറമേ ഉള്ള അലങ്കാരം നമുക്ക് ആവശ്യമില്ല എന്ന് വെച്ചാൽ വെറുതെ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി നടക്കേണ്ട ആവശ്യമില്ല. അതാണ് ബൈബിളിൽ നിന്ന് കർത്താവ് അലങ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ നാം ധ്യാനിക്കാൻ പോകുന്നത്. യെശയ്യാവ് 62 അധ്യായം 3 വചനം വായിച്ചു നോക്കിയാൽ, യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും എന്നെഴുതിയിരിക്കുന്നു. നമ്മെ സൃഷ്ടിച്ച ദൈവം, നമ്മെ ഉണ്ടാക്കിയ ദൈവം, ദൈവത്തിന്റെ കരത്തിൽ നിങ്ങളും ഞാനും, നമ്മൾ ഓരോരുത്തരും ഭംഗിയുള്ള കിരീടമായിരിക്കണം എന്ന്, രാജമുടിയായിരിക്കണം എന്ന്. അതാണിവിടെ എഴുതിയിട്ടുള്ളത്. എന്നുവെച്ചാൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഭംഗിയുള്ള കിരീടമായിരിക്കണമെങ്കിൽ അവർക്ക് ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അതിന് എന്ത് യോഗ്യതയാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, സങ്കീർത്തനങ്ങൾ 149 അധ്യായം 4 വചനത്തിൽ എഴുതിയിട്ടുള്ളത് നോക്കാം. താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നാമതായി ഒരു മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്താണെന്നോ? താഴ്മ. ഈ താഴ്മയുള്ളവരെ കർത്താവ് എങ്ങനെ അലങ്കരിക്കും എന്ന് ചോദിച്ചാൽ രക്ഷ കൊണ്ട് അലങ്കരിക്കും. അതാണ് പൂർണ്ണമായ അലങ്കാരം, ശരിയായ അലങ്കാരം, ഭംഗിയുള്ള അലങ്കാരം. ഈ അലങ്കാരമില്ലാതെ പുറമേ വെറുതെ നമ്മൾ അലങ്കരിച്ചിട്ട് ഞാനും സുന്ദരിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അർത്ഥമില്ലാത്ത അലങ്കാരമായി തീരും. വേദപുസ്തകം നമ്മളോട് വ്യക്തമായി പറയുന്നുണ്ട്, നീ ദൈവത്തിന്റെ കരത്തിൽ ഭംഗിയുള്ള കിരീടമായിരിക്കണമെങ്കിൽ ആ രക്ഷയുടെ അലങ്കാരം കൊണ്ട് ദൈവം നമ്മെ അലങ്കരിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അല്പനേരം ചിന്തിച്ചു നോക്കുക. എന്നെ കർത്താവ് രക്ഷ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടോ? ഞാൻ രക്ഷയുടെ അലങ്കാരം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്കുക. അപ്പോൾ ഇതാണ് ദൈവം ഓരോ പുരുഷനിൽ നിന്നും ഓരോ സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. മത്തായി 11 അധ്യായം 29 വചനം നാം വായിച്ചു നോക്കിയാൽ കർത്താവിന്റെ വചനം അവിടെ എന്താണ് പറയുന്നത്? ഞാൻ താഴ്മയും സൗമ്യതയുമുള്ളവനാകുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് താഴ്മയെ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മെ സൃഷ്ടിച്ച കർത്താവ് താഴ്മയുള്ളവനാണ്. അതുകൊണ്ട് അവന്റെ മക്കളും താഴ്മയുള്ളവരായിരിക്കണം. അവരെയാണ് കർത്താവ് രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നത് എന്നാണ് ഈ വചനം പറയുന്നത്. ഈ അലങ്കാരമാണ് ദൈവം ഒരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്വഭാവങ്ങളും അലങ്കാരങ്ങളും. യഹോവ ഇങ്ങനെയുള്ള അലങ്കാരമാണ് ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി കർത്താവ് പ്രതീക്ഷിക്കുന്ന ഒരു അലങ്കാരം എന്താണെന്നോ നമുക്കതിനെക്കുറിച്ച് നോക്കാം. സങ്കീർത്തനങ്ങൾ 29:2 96:9 വചനങ്ങൾ വായിച്ചു നോക്കിയാൽ, വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് വിശുദ്ധ അലങ്കാരം. ഒരു മനുഷ്യൻ എങ്ങനെ വിശുദ്ധനായിരിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ അലങ്കാരം ധരിച്ച് നമസ്കരിപ്പിൻ. മനസ്സിൽ പാപം സൂക്ഷിച്ചുകൊണ്ട്, പാപത്തിൽ ജീവിച്ചുകൊണ്ട്
എത്രത്തോളം അലങ്കരിച്ച് നടന്നാലും എന്തിനു വേണ്ടിയാണ് അലങ്കാരം? ആര് കാണാൻ വേണ്ടിയാണ് അതൊക്കെ? എന്തിനാണ് അലങ്കാരം? എന്തിനാണ് അലങ്കരിക്കുന്നത്? രക്ഷയാണ് പ്രധാനം, വിശുദ്ധിയാണ് പ്രധാനം. വിശുദ്ധിയില്ലാതെ നമുക്ക് ദൈവത്തെ നമസ്കരിക്കാൻ കഴിയില്ല, ദൈവത്തെ ദർശിക്കാൻ കഴിയില്ല, നമ്മെ സൃഷ്ടിച്ചവനെ കാണാൻ കഴിയില്ല, അവനെ സമീപിക്കാൻ കഴിയില്ല, അവന്റെ അടുക്കലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം നമ്മോട് വ്യക്തമായിട്ട് പറയുന്നത്, ഒരു മനുഷ്യൻ വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിക്കണം. ഇന്ന് ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആരായിരുന്നാലും ശരി, ഈ വചനങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്വയം ചോദിക്കുക, ഇന്നു ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുന്നുണ്ടോ? വിശുദ്ധ അലങ്കാരത്തോടുകൂടി ഞാൻ ദേവാലയത്തിലേക്ക് പോകുന്നുണ്ടോ? വിശുദ്ധ അലങ്കാരത്തോടെയാണോ ഞാൻ ദൈവത്തെ നമസ്കരിക്കുന്നത്? നിങ്ങൾ സ്വയം ചോദിക്കുക. നിങ്ങളോട് നിങ്ങൾ തന്നെ ചോദിക്കുമ്പോഴാണ് ആ അലങ്കാരം ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമാവുകയുള്ളൂ. യഹോവ എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ അലങ്കാരത്തെ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ വചനം പറയുന്നു, 1 പത്രോസ് 1-ാം അധ്യായം 15-16 വചനങ്ങൾ നാം വായിച്ചു നോക്കിയാൽ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് ആ വചനം പറയുന്നു. അപ്പോൾ നമ്മുടെ യഹോവ എങ്ങനെയുള്ളവനാണോ, അവന്റെ പ്രതിരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെയും അതേപടി മാറ്റാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ വിശുദ്ധനായിരിക്കുന്നതിനാൽ നിങ്ങളുടെ പെരുമാറ്റത്തിലെല്ലാം വിശുദ്ധരായിരിപ്പിൻ, വിശുദ്ധരായി ജീവിക്കുക. നിങ്ങളും പരിശുദ്ധമായ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുക എന്നാണ് യഹോവ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഒരു മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അലങ്കാരം അതാണ് വിശുദ്ധി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. എത്ര പാപങ്ങളാണ്, അഴുക്കുകളാണ്, മാലിന്യങ്ങളാണ്. മനുഷ്യനെ സഹായിക്കാൻ ഒരുങ്ങുന്നില്ല. എത്രയോ പേര് പാപം ചെയ്യുന്നതുകൊണ്ട് കണ്ണുനീരൊഴുക്കുകയാണ്. അറപ്പുളവാക്കുന്ന കാര്യങ്ങൾ, അശുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയാണ് കർത്താവ് നിങ്ങളെ സമീപിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് 1 പത്രോസ് 3-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനം നിങ്ങൾ വായിച്ചു നോക്കിയാൽ, വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് വന്നത് ഈ വിശുദ്ധ സ്ത്രീകൾ? ഇന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ സ്വയം ചോദിക്കുക. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വിശുദ്ധ സ്ത്രീകൾ എന്ന്. ഇന്ന് നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുമോ? വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു എന്ന്. ഇന്ന് നിങ്ങളുടെ അലങ്കാരം എങ്ങനെയുള്ളതാണ്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അലങ്കരിച്ച് നടക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങൾ ഭർത്താവിന് കീഴടങ്ങുന്നുണ്ടോ? കർത്താവിന്റെ വചനം അനുസരിച്ച് ഭർത്താവിന് കീഴടങ്ങി നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? ഭർത്താവിന് കീഴടങ്ങി വിശുദ്ധ സ്ത്രീ എന്നുള്ള ആ സ്ഥാനം നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ആലോചിച്ചു നോക്കുവിൻ. നിങ്ങളോട് സ്വയം ചോദിക്കുക, ഇന്ന് നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത്? നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ കീഴടങ്ങി ജീവിക്കുന്നുണ്ടോ? വിശുദ്ധ സ്ത്രീ എന്ന് നിങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുമോ എന്ന് ആലോചിച്ചു നോക്കുക. ഇതാണ് കർത്താവിന്റെ വചനം. നിങ്ങളെ വിശുദ്ധയാക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് വിശുദ്ധ അലങ്കാരമുള്ളവരായി നിങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിശുദ്ധി നൽകുന്ന ദൈവത്തിൽ നിങ്ങൾ സ്വയം സമർപ്പിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം നൽകി നിങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. അടുത്തത്, 3-ാമതായി കർത്താവ് മറ്റൊരു അലങ്കാരം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായം 4-ാം വചനത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ അലങ്കാരം എവിടെയാണുള്ളത്? ഹൃദയത്തിൽ ഗൂഢമായിരിക്കുന്നു. താഴ്മയുണ്ടായിരിക്കണം. ഒരു സ്ത്രീക്ക് സൗമ്യതയുണ്ടായിരിക്കണം, സാവധാനത വേണം. സ്ത്രീകൾ പുരുഷന്മാർക്ക് നേരെ ഒച്ചയിടരുത്, പുരുഷന്മാരുടെ നേർക്ക് എടുത്തു ചാടരുത്, പുരുഷനെ ധിക്കരിച്ച് സംസാരിക്കരുത്. സൗമ്യതയും സാവധാനതയും വേണം. കർത്താവ് നമുക്കൊരു തുണയെ തന്നിരിക്കുന്നു, നമുക്കൊരു കുടുംബത്തെ തന്നിരിക്കുന്നു. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. ഇതാണ് ശാശ്വതമായ അലങ്കാരം. പുറമോടിക്കുള്ള അലങ്കാരം നശിച്ചു പോകും. എന്നാൽ ശാശ്വതമായ അലങ്കാരം എന്നത് ഈ ഒരു അലങ്കാരമാണ്. ഈ അലങ്കാരമാണ് ഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്ന ആ സ്വഭാവമാണ് ശാശ്വതമായ അലങ്കാരം. ഈ സ്ത്രീ എവിടെ പോയാലും ആ ശാശ്വതമായ അലങ്കാരം അവളെ ഉയർത്തും, അനുഗ്രഹിക്കും, അവളെ വിശുദ്ധ സ്ത്രീയായി കാണിക്കും. അവളെ കാണുമ്പോൾ തന്നെ ഇവൾ യഹോവയുടെ മേൽ ഭക്തിയുള്ള സ്ത്രീയാണെന്ന് പറയണം. അതാണ് കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നത്. നന്മ ചെയ്യുന്നതിലൂടെ നമ്മെ അലങ്കരിച്ചു കൊള്ളണം എന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു. ഒരു ദിവസം ഞങ്ങളുടെ ഓഫീസിലേക്ക് ഒരമ്മ 2 പെൺമക്കളെയും കൂട്ടിക്കൊണ്ട് വന്നിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ മൂത്ത മകൾ ഒരു തെറ്റായ ബന്ധത്തിൽ വീണുപോയിരുന്നു എന്ന് പറഞ്ഞു. അവളെ ഉപദേശിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കൂട്ടിക്കൊണ്ടു വന്നത്. 2 പെൺമക്കളെയും കൂട്ടിക്കൊണ്ടു വന്നിരുന്നു. ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ആ മൂത്ത മകളെക്കുറിച്ചായിരുന്നു അമ്മയ്ക്ക് ഏറ്റവും വേദന.
എന്റെ മകൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അവൾ ചെയ്തത് വലിയ തെറ്റാണ് എന്നൊക്കെ. 2 പെൺമക്കളെയും കാണാൻ നല്ല ഭംഗിയാണ്. 2 പെൺകുട്ടികളും നല്ല സുന്ദരി കുട്ടികൾ. നന്നായി വളർത്തിയിട്ടുണ്ട്, നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തെറ്റായ പാപത്തിലേക്കാണ് ആ മൂത്ത മകൾ വഴുതി വീണത്. ആ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. കാരണം അവളുടെ അപ്പന് ഹൃദയാഘാതം ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മൂത്ത മകളുടെ കാര്യത്തെക്കുറിച്ച് അവളുടെ അപ്പനോട് പറയാൻ പറ്റുന്നില്ല. അവരുടെ ഭർത്താവിനെ നോക്കണോ അതോ ഈ മകളുടെ കാര്യം നോക്കണോ? വല്ലാത്ത ദുഃഖത്തോടു കൂടിയാണ് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. 2ാമത്തെ മകൾ എങ്ങനെയാണെന്നോ, അവൾ മെഡിസിന് പഠിക്കാൻ വേണ്ടി അബ്രോഡിലേക്ക് പോകാനിരിക്കുകയാണ്. അപ്പോൾ ആ സഹോദരി ഞങ്ങളോട് പറഞ്ഞ കാര്യം, കർത്താവ് എനിക്ക് 2 പെൺമക്കളെ തന്നു, 2 പേരെയും ഒരേപോലെയാണ് ഞാൻ വളർത്തിയത്. പക്ഷെ ഒരു മകൾ പാപത്തിൽ വീണുപോയി. 2ാമത്തെ മകൾ അബ്രോഡിലേക്ക് ഡോക്ടറിന് പഠിക്കാൻ പോവാണ്. ഞാനിപ്പോ കരയണോ അതോ ചിരിക്കണോ? എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിയില്ല സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വല്ലാതെ ദുഃഖിച്ച് അവർ കരഞ്ഞു. ദൈവമക്കളെ, 2 പെൺമക്കളെ കുറിച്ച് ആ അമ്മയ്ക്ക് കരയണോ ചിരിക്കണോ എന്നറിയില്ല. ആ മകളെ കണ്ടിട്ട് ഞാൻ കരയണോ? ഈ വിദേശത്തേക്ക് പോകുന്ന മകൾ ഡോക്ടറിന് പഠിക്കാൻ പോവാണ്. ഈ മകളെ കണ്ട് ഞാൻ സന്തോഷിക്കണോ? ഇപ്പോൾ നിങ്ങൾ തന്നെ പറയണം, ഏതാണ് അലങ്കാരം? 2 പെൺകുട്ടികളെയും ഒരേ രീതിയിലാണ് വളർത്തിയത്. പക്ഷേ ഏതാണ് അലങ്കാരമെന്ന് നിങ്ങൾ തന്നെ പറയുക. ഇതാണ് യഹോവ നമ്മെ പഠിപ്പിക്കുന്നത്. ഉള്ളിലുള്ള അലങ്കാരമാണ് അലങ്കാരം, പുറമേയുള്ള അലങ്കാരം അലങ്കാരമല്ല. നിങ്ങൾ ഏത് അലങ്കാരത്തിലാണ് ജീവിക്കുന്നത്? ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആരായിരുന്നാലും ശരി, നിങ്ങൾ എങ്ങനെയാണ് എന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ അലങ്കാരം എങ്ങനെയുള്ളതാണ്? കർത്താവിന് മുൻപാകെ നിങ്ങൾ എങ്ങനെയാണ്? മനുഷ്യർക്ക് മുൻപിൽ നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങളുടെ സത്പ്രവൃത്തികൾ എങ്ങനെയുള്ളതാണെന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് കർത്താവിന് മുൻപാകെ നിങ്ങൾ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവനു മുൻപാകെ ആ വിശുദ്ധമായ ഹൃദയത്തെ നോക്കി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇങ്ങനെയുള്ള ഒരു അലങ്കാരം, ആ രക്ഷയുടെ അലങ്കാരം, ആ വിശുദ്ധ അലങ്കാരം, ആ ശാശ്വതമായ അലങ്കാരം എനിക്ക് നൽകണമേ എന്ന് നിങ്ങൾ യാചിക്കുമ്പോൾ അതേപടി ദൈവം നിങ്ങളെ അലങ്കരിച്ച് അവന്റെ കരത്തിൽ അലങ്കാരമുള്ള സ്ത്രീയായി, ഒരു വിശുദ്ധ സ്ത്രീയായി നിങ്ങളെ മാറ്റി അവന്റെ കരങ്ങളിൽ നിങ്ങളെ താങ്ങിക്കൊള്ളും. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ആരായിരുന്നാലും ശരി, നിങ്ങൾ ഏതു തരം പാപത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിലും ശരി, ഏതു തരം പാപത്തിൽ നിന്നും എനിക്ക് മോചനം കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചാലും ശരി, വിശുദ്ധമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ നിങ്ങളെ പരിശുദ്ധമാക്കും. കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, ഈ മനോഹരമായ വേളയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പരിശുദ്ധവാനായ ദൈവമാണ്. പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുന്ന പരിശുദ്ധവാനാണ്. കർത്താവെ, ഇന്ന് ഈ വാക്കുകൾ കേട്ട് അങ്ങയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സ്ത്രീക്ക് വേണ്ടിയും, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പുരുഷനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആ പരിശുദ്ധ അലങ്കാരം എനിക്ക് വേണം എന്ന് പറഞ്ഞ്, ആ രക്ഷയുടെ അലങ്കാരം എനിക്ക് വേണം എന്ന് പറഞ്ഞ്, ആ ശാശ്വതമായ അലങ്കാരം എനിക്ക് വേണമെന്ന് പറഞ്ഞ് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരെ എല്ലാവരെയും കർത്താവ് അലങ്കരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ അലങ്കാരമാണ് കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ വിശുദ്ധമായ കരങ്ങളിൽ ഓരോരുത്തരെയും ഏൽപ്പിക്കുകയാണ്. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ മക്കളെ വിശുദ്ധരാക്കി അങ്ങയുടെ സ്നേഹവലയത്തിലാക്കുന്നതിനായി അങ്ങേക്ക് സ്തോത്രം. അങ്ങയുടെ രക്തത്തിന്റെ ശക്തിയിൽ ഈ മക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവ് ഇവരെ സ്വീകരിച്ചതിനായി നന്ദി. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശുവേ, മഹത്വപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുന്നു. നാളെയും അതുപോലെ മറ്റന്നാളും വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി മറക്കാതെ കാണുക. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.